നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസ് വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന മുഖ്യമന്ത്രിയുടെ കണക്ക് വാസ്തവ വിരുദ്ധമാണെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ പേര് എഴുതുന്നതിനു മുൻപായി ബഹു എന്ന് ഉപയോഗിക്കണമെന്ന സർക്കുലറിനെ പരിഹസിച്ച് സാഹിത്യകാരൻ ടി പത്മനാഭൻ. സത്യത്തിൽ എനിക്ക് ഒരു ബഹുമാനവുമില്ലെങ്കിലും ഈ വയസ്സുകാലത്ത് ജയിലിൽ പോകുന്നത് ഒഴിവാക്കാൻ ബഹുമാനപ്പെട്ട എന്ന് ചേർക്കുകയാണെന്നും ടി പത്മനാഭൻ. വോട്ടുകൊള്ള പരാതി അന്വേഷിക്കുമെന്ന് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ. പാനൂർ നഗരസഭയ്ക്ക് മുന്നിലെ അനിശ്ചിതകാല ഉപരോധ സമരം അവസാനിപ്പിച്ച് LDF. വാർത്തകൾ വിശദമായി. പോലീസ് വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 144 പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന മുഖ്യമന്ത്രിയുടെ കണക്ക് വാസ്തവ വിരുദ്ധമാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് അത് തെളിയിക്കുന്നു. മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പോലീസ് വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. 144 പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന മുഖ്യമന്ത്രിയുടെ കണക്ക് വാസ്തവ വിരുദ്ധമാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് അത് തെളിയിക്കുന്നു. മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അബദ്ധജടിലമാണ്, അവാസ്തവമാണ്, രേഖകൾക്ക് വിരുദ്ധമാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് എൻ്റെ മുമ്പിലുള്ളത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് 61 പേരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. ഇതിൻ്റെ കാരണം എന്താ? എങ്ങനെയാണ് ചെയ്യുന്നത്? മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ, ക്രൂരകൃത്യങ്ങൾ, കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്നവർ, ലോങ് ലീവ് എടുത്ത് പോകുന്നവർ, അങ്ങനെ അബ്സ്കോണ്ട് ചെയ്യുന്നവർ, ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഈ കേസുകൾ എടുക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റൊരു ഗവൺമെൻറ് കാലത്തും ആരെയും പിരിച്ചുവിട്ടിട്ടില്ല. അത് വളരെ അവാസ്തവമായ കാര്യമാണ്. മാത്രമല്ല, കേരളത്തിലെ ക്രമസമാധാന നില ഇന്ന് തകർന്നിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവന് സ്വത്തിന് സുരക്ഷിതത്വമില്ല. പോലീസ് സ്റ്റേഷനിൽ നടന്നു പോകുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പോലീസുകാരുടെ അക്രമങ്ങൾ വ്യാപകമാകുന്നു. സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല. ഗവൺമെൻറ്റിന് ഒത്താശ ചെയ്യുന്ന പാർട്ടിക്കാരുടെ നിയന്ത്രണത്തിലാണ് പോലീസ്. പോലീസ് സ്റ്റേഷനിൽ പോകുന്നവർ മൂക്കിൽ പഞ്ഞിവെച്ച് തിരിച്ചു വരേണ്ട അവസ്ഥയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കേരളത്തിലെ പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഫലപ്രദമായി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നോക്കം പോയിട്ടില്ല. മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവസരമില്ല. പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചിരുന്നു. നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങളുടെ വികാരം നിയമസഭയിൽ പ്രകടിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചതെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. AK ആന്റണിക്ക് നീരസം ഉണ്ടായിട്ടില്ല. ആർക്കും നീരസമില്ല. AK ആന്റണിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടാണ് മുത്തങ്ങ വിഷയത്തിൽ പ്രതികരിച്ചതെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ പേര് എഴുതുന്നതിന് മുൻപായി ബഹു എന്ന് ഉപയോഗിക്കണമെന്ന സർക്കുലറിനെ പരിഹസിച്ച് സാഹിത്യകാരൻ ടി പത്മനാഭൻ. സത്യത്തിൽ എനിക്ക് ഒരു ബഹുമാനവുമില്ലെങ്കിലും ഈ വയസ്സുകാലത്ത് ജയിലിൽ പോകുന്നത് ഒഴിവാക്കാൻ ബഹുമാനപ്പെട്ട എന്ന് ചേർക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രൗഢ് കേരളയുടെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല നയിക്കുന്ന ലഹരിക്കെതിരെ സമൂഹ നടത്തം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി പത്മനാഭൻ. ബഹുമാന്യനായ എക്സൈസ് മന്ത്രിയോട് ഇപ്പോൾ ഒരു നിയമം ഏതാനും ദിവസം മുമ്പ് പാസാക്കിയിട്ടുണ്ട്. ഏത് മന്ത്രിയെയും കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് 97ന്റെ പടിവാതിൽക്കലാണ് ഞാൻ നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ പേര് എഴുതുന്നതിനു മുൻപായി ബഹു എന്ന് ഉപയോഗിക്കണമെന്ന സർക്കുലറിനെ പരിഹസിച്ച് സാഹിത്യകാരൻ ടി പത്മനാഭൻ. സത്യത്തിൽ എനിക്ക് ഒരു ബഹുമാനവുമില്ലെങ്കിലും ഈ വയസ്സുകാലത്ത് ജയിലിൽ പോകുന്നത് ഒഴിവാക്കാൻ ബഹുമാനപ്പെട്ട എന്ന് ചേർക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ബഹുമാനപ്പെട്ട ഒരു സ്വകാര്യം പറയാം.
സത്യത്തിൽ ബഹുമാനമുണ്ട്. സത്യം പറയണമെന്നാണല്ലോ ഗുരുനാഥന്മാരെല്ലാം പറഞ്ഞിരിക്കും ബഹുമാനം. പക്ഷെ നിയമം അനുശാസിക്കുന്നതോട് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോട് അത്യന്തം വിനീതരായി ആവുന്നിടത്തോളം നടുമണങ്ങി ഞാൻ അപേക്ഷിക്കുന്നു. മാന്യരെ, ദയവായി ഇതിൽ നിന്ന് പിൻവലിയണം. പ്രൗഡ് കേരളയുടെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല നയിക്കുന്ന ലഹരിക്കെതിരെ സമൂഹ നടത്തം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി പത്മനാഭൻ. എലപ്പുള്ളി ബ്രൂവറിക്ക് അനുമതി നൽകരുതെന്ന് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോട് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാണ് ഉത്തരവിനെതിരെ പരിഹാസം ചൊരിഞ്ഞത്. ഏത് മന്ത്രിയെയും കുറിച്ച് നമ്മൾ പറയുമ്പോഴും ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. ജയിലിൽ പോകുന്നതിന് മുമ്പ് പോലീസുകാർ പിടിച്ച് ശരിപ്പെടുത്തും, ഒരൊറ്റയടിക്ക് മരിച്ചു പോകും. അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് 97ന്റെ പടിവാതിൽക്കലാണ് ഞാൻ നിൽക്കുന്നത്. അതിലൊന്നും ഇടവരുത്താതിരിക്കാനാണ് ഞാൻ ബഹുമാനപ്പെട്ട എന്ന് പറയുന്നത്. ഒരു സ്വകാര്യം പറയാം, സത്യത്തിൽ എനിക്ക് ഒരു ബഹുമാനവുമില്ല, സത്യം പറയണമെന്നാണല്ലോ. ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോട് ബ്രൂവറിക്ക് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെടുന്നെന്നും പത്മനാഭൻ പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ പേര് എഴുതുന്നതിനു മുൻപായി ബഹുമാനാർത്ഥം ബഹു എന്ന് ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് ആഗസ്റ്റ് 30-നാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് സർക്കുലർ പുറത്തിറക്കിയത്. പരാതികൾക്കും നിവേദനങ്ങൾക്കുമുള്ള മറുപടികളിലും ഔദ്യോഗിക കത്തിടപാടുകളിലും ബഹു ചേർക്കണമെന്നാണ് നിർദ്ദേശം. പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമുഖ്യമന്ത്രി, ബഹുമന്ത്രിമാർ എന്നിവർക്ക് നൽകുന്ന നിവേദനങ്ങൾ, പരാതികൾ എന്നിവ പരിശോധനാ വിധേയമാക്കിയ ശേഷം ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായി നിവേദനങ്ങൾക്കും അപേക്ഷകർക്കും നൽകുന്ന മറുപടി സംബന്ധമായ കത്തിടപാടുകളിൽ ബഹുമാനസൂചകമായി ബഹുമുഖ്യമന്ത്രി, ബഹുമന്ത്രി എന്ന് രേഖപ്പെടുത്തേണ്ടതാണ് എന്ന് സർക്കുലറിൽ പറയുന്നു. ഔദ്യോഗിക യോഗങ്ങളിൽ ഇത്തരം വിശേഷണങ്ങൾ പതിവായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചില കത്തിടപാടുകളിൽ അത് പാലിക്കപ്പെടാത്ത പശ്ചാത്തലത്തിലാണ് സർക്കുലർ പുറത്തിറക്കിയത്. വോട്ടുകൊള്ള പരാതി അന്വേഷിക്കുമെന്ന് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചതോടെ പാനൂർ നഗരസഭയ്ക്ക് മുന്നിലെ അനിശ്ചിതകാല ഉപരോധ സമരം അവസാനിപ്പിച്ച് LDF. കഴിഞ്ഞ 5 ദിവസമായി തുടരുന്ന സമരമാണ് അവസാനിപ്പിച്ചത്. UDF വോട്ടർ പട്ടിക അട്ടിമറിച്ചു എന്നാരോപിച്ച് LDF പാനൂർ നഗരസഭ ഓഫീസിനു മുന്നിൽ നടത്തിക്കൊണ്ടിരുന്ന അനിശ്ചിതകാല ഉപരോധ സമരം അവസാനിപ്പിച്ചു. പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജില്ലാ നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് 5 ദിവസത്തോളം നീണ്ട ഉപരോധ സമരം അവസാനിപ്പിച്ചത്. നഗരസഭയിലെ UDF വോട്ട് കൊള്ളയിൽ നടപടി ആവശ്യപ്പെട്ട് CPM നേതാവ് P. ഹരീന്ദ്രൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് MTK ബാബു എന്നിവർ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറെ നേരിട്ട് കണ്ട് നിവേദനവും നൽകി. തിങ്കളാഴ്ചയാണ് പാനൂർ നഗരസഭയ്ക്ക് മുന്നിൽ LDF അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ഭരണാധികാരികളെ വിമർശിക്കുമ്പോൾ അവർ സഹിഷ്ണുത പാലിക്കണമെന്ന് രമേശ് ചെന്നിത്തല. സഹിഷ്ണുത എന്നതാണ് ഇന്ന് കൈമോശം വന്നിട്ടുള്ള ഏറ്റവും വലിയ കാര്യമെന്നും വിമർശനത്തിൽ വസ്തുത ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. GV ബുക്സിന്റെ സാഹിത്യ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ഒരുക്കിയ പ്രൗഢമായ ചടങ്ങിൽ വെച്ചാണ് രമേശ് ചെന്നിത്തല പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. കഥാസമാഹാരത്തിനുള്ള പുരസ്കാരം VM മൃദുൽ ഏറ്റുവാങ്ങി. VM മൃദുൽ എഴുതിയ കുളെ എന്ന പുസ്തകമാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. 11,111 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. മഹിജാസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ സഹകരണത്തോടെയായിരുന്നു പുരസ്കാരം ഏർപ്പെടുത്തിയത്. വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ തോമസ് കറിയ ഏറ്റുവാങ്ങി. ഫീബസിന്റെ സഹകരണത്തോടെയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. 11,111 രൂപയാണ് പുരസ്കാരം. യാത്രാ വിവരണത്തിനുള്ള പുരസ്കാരം T. രാജലക്ഷ്മി ടീച്ചർക്ക് സമ്മാനിച്ചു. KSSPA കതിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെയായിരുന്നു പുരസ്കാരം ഏർപ്പെടുത്തിയത്. GV കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക ലൈബ്രറി പുരസ്കാരം കതിരൂർ വിന്നസ് ലൈബ്രറി ഭാരവാഹികൾ ഏറ്റുവാങ്ങി. 5,000 രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവുമാണ് സമ്മാനിച്ചത്. ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം നേടിയ നോവലിസ്റ്റും GV ബുക്സ് എഡിറ്റോറിയൽ അംഗമായ ഡോക്ടർ TK അനിൽകുമാറിനെയും ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. സംസ്ഥാന, ദേശീയ, അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ കതിരൂർ സർവീസ് സഹകരണ ബാങ്കിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ പുരസ്കാരം ഏറ്റുവാങ്ങി. കലയ്ക്കും സാഹിത്യത്തിനും വളരാൻ അവസരം ലഭിക്കുമ്പോഴാണ് ജനാധിപത്യവും സംസ്കാരവും വളരുന്നതെന്നും രമേശ് ചെന്നിത്തല ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പണ്ടൊക്കെ പത്രക്കാർ മാത്രമേ എഴുതാ, ഇപ്പം നമ്മളൊക്കെ എഴുതുകയാണ്. നമ്മളൊക്കെ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുകയാണ്. അപ്പം അതിനകത്ത് എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന്.
അപ്പോൾ ഭരണാധികാരികളെ വിമർശിക്കുമ്പോൾ ഭരണാധികാരികൾ എന്ത് ചെയ്യണം? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളാണ്. അവരെന്ത് ചെയ്യണം? സഹിഷ്ണുത പാലിക്കണം. സഹിഷ്ണുത എന്നുള്ളതാണ് ഇന്ന് കൈമോശം വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉണ്ടാകുമ്പോൾ പുതിയ സഹിഷ്ണുതയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിലാണ് പുതിയ ആശയങ്ങളും, ഇപ്പം നമ്മളെ എതിർക്കുന്ന ഒരാൾ പറയുന്ന കാര്യങ്ങളിൽ ചില വസ്തുതകളുണ്ടെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അതിൽ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളണം. അവിടെയാണ് സഹിഷ്ണുത ഏറ്റവും കൂടുതൽ സഹിഷ്ണുത നിലനിൽക്കുന്നത്. ബാലസാഹിത്യകാരൻ GV ബുക്സ് എഡിറ്റർ രാജു കാട്ടുപനം അധ്യക്ഷത വഹിച്ചു. GV ബുക്സ് MD GV രാഗേഷ് സ്വാഗതം പറഞ്ഞു. ഡോക്ടർ KV ജൈനിമോൾ പുരസ്കാരം ലഭിച്ച പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. മഹിജസ് ഗ്രൂപ്പ് MD PV പ്രകാശൻ, മമ്പറം എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി VA നാരായണൻ, ഹരിതം ബുക്സ് പ്രതിനിധി പ്രതാപൻ തായാട്ട്, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ, രാജേന്ദ്രൻ തായാട്ട്, GV ബുക്സ് വായനാവേദി സെക്രട്ടറി KV രജീഷ് എന്നിവർ സംസാരിച്ചു. പുരസ്കാര ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി. തലശ്ശേരി ചിറക്കരയിലെ പോസ്റ്റ് ഓഫീസും അടച്ചുപൂട്ടുന്നു. അനാദായകമെന്ന് പറഞ്ഞാണ് 68 വർഷത്തോളം പഴക്കമുള്ള പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുന്നത്. സംഭവത്തിൽ ഇടപാടുകാർക്ക് പ്രതിഷേധമുണ്ടെങ്കിലും മിണ്ടാട്ടമില്ലാതിരിക്കുകയാണ് രാഷ്ട്രീയ യുവജന സംഘടനകൾ. 68 വർഷമായി പ്രവർത്തിക്കുന്ന തലശ്ശേരിയിലെ ചിറക്കര പോസ്റ്റ് ഓഫീസും അടച്ചുപൂട്ടുന്നു. വിജിലൻസ് കോടതി, വനിതാ ശിശു വികസന വകുപ്പ്, MLA ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, മലബാർ ദേവസ്വം ബോർഡ് ഓഫീസ്, കൃഷി ഓഫീസ്, CPM ഏരിയ കമ്മിറ്റി ഓഫീസ്, 6ഓളം ബാങ്കുകൾ, 3ഓളം സ്കൂളുകൾ എന്നിവ ചിറക്കര പോസ്റ്റ് ഓഫീസിന്റെ പരിധിയിലാണ്. നിലവിൽ ലാഭകരമല്ലെന്ന വാദമുയർത്തിയാണ് ചിറക്കര പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുന്നത്. എന്നാൽ ദിവസവും നിരവധി ആളുകളാണ് ചിറക്കര പോസ്റ്റ് ഓഫീസിനെ തേടി എത്തുന്നതെന്നും ലാഭകരമല്ലെന്ന വാദം തെറ്റാണെന്നും ജീവനക്കാർ പറയുന്നു. നിലവിൽ പോസ്റ്റ് മാസ്റ്ററും പാക്കറുമടക്കം 2 പേരാണ് പോസ്റ്റ് ഓഫീസിലുള്ളത്. ബാക്കിയുള്ളവരെ പടിപടിയായി തലശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാറ്റിക്കഴിഞ്ഞു. നേരത്തെ പള്ളിത്താഴയിലും പിന്നീട് മോറക്കുന്നിലും പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസ് 2007 മുതലാണ് ചിറക്കരയിലെ കെട്ടിടത്തിലേക്ക് മാറിയത്. ടൗണിലെ തിരക്കിൽ നിന്നും വിട്ടുമാറി ശാന്തമായ പ്രദേശത്തുള്ള പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ ഇടപാടുകാർക്ക് പ്രതിഷേധമുണ്ടെങ്കിലും രാഷ്ട്രീയ യുവജന സംഘടനകൾ വിഷയം അറിഞ്ഞിട്ടേയില്ല എന്ന നിലപാടിലാണ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചെറ്റക്കണ്ടി പാലം ഗതാഗതത്തിന് തുറന്നു നൽകി. പുനരുദ്ധാരണ പ്രവൃത്തികൾ പതിവിലും വേഗത്തിൽ പൂർത്തിയാക്കിയാണ് പാലം തുറന്നത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചെറ്റക്കണ്ടി പാലം ഗതാഗതത്തിന് തുറന്നു നൽകി. പുനരുദ്ധാരണ പ്രവൃത്തികൾ പതിവിലും വേഗത്തിൽ പൂർത്തിയാക്കിയാണ് പാലം തുറന്നത്. പാലം പണി ഇഴയുകയാണെന്ന പരാതി ഉയർന്നപ്പോൾ തന്നെ MLA KP മോഹനൻ പാലം സന്ദർശിച്ച് പണി വേഗത്തിലാക്കണമെന്ന നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് പാലം പണി വേഗത്തിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് KP മോഹനൻ MLA പാലം സന്ദർശിച്ചത്. കൂടുതൽ തൊഴിലാളികളെ എത്തിച്ച് ഒരാഴ്ചക്കകം പ്രവൃത്തി പൂർത്തിയാക്കി പാലം തുറന്നുകൊടുക്കാൻ കഴിയുമെന്ന് PWD അധികാരികളും കരാറുകാരനും MLAക്ക് ഉറപ്പു നൽകുകയായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പാലം വെള്ളിയാഴ്ച തുറക്കാനായത്. നേരത്തെ ഇരുചക്ര വാഹനങ്ങൾക്കും കാറുകൾക്കും മാത്രമാണ് കടന്നുപോകാൻ അനുമതി നൽകിയതെങ്കിലും ഉച്ചയോടെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളും കടത്തിവിട്ടു. പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ P ബിനോയിയാണ് പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിച്ചത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഈ പ്ലാനറ്റ് ഓണാടെ കറിക്കരയ്ക്കാൻ മിക്സി, ഇനി അരച്ചു കൂട്ടുന്ന ചട്നി, അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി. ഇനി തണുത്തിരിക്കുവാൻ AC, തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും, ചൂടാക്കാൻ ഓവൻ ഓണാക്കി കൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട്. സിനിമ കാണുവാൻ TV വെച്ചിട്ട് ഓണം ഓണാണ്. ഈ ഓണം ഓണാണേ, ആടുണ്ടേ പേരുണ്ടേ. ഈ ഓണം ഓണാണേ, ഈ പ്ലാനറ്റ് പോവണ്ടേ. ഈ ഓണം ഓണാണേ, ആടുണ്ടേ പേരുണ്ടേ. ഈ ഓണം ഓണാണേ, ഈ പ്ലാനറ്റ് പോവണ്ടേ.
നാട് മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുറവിന്റെ ഓണാഘോഷം. ഈ പ്ലാനറ്റ് ഓണം ഓണാണ്. വരൂ, ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. ബികോം ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. അരോമ സൂപ്പർ മാർക്കറ്റ്, പള്ളൂർ. നിത്യോപയോഗ സാധനങ്ങളുടെ കലവറയുമായി അരോമ സൂപ്പർ മാർക്കറ്റ് പള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയേറിയ ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, ഫ്രഷ് മീറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്റ്റേഷനറി ഐറ്റംസ്, പ്ലാസ്റ്റിക്, സ്റ്റീൽ പാത്രങ്ങൾ, ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി വീടിനാവശ്യമായതെല്ലാം മിതമായ വിലയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഉപഭോക്താക്കൾക്കായി നറുക്കെടുപ്പിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ, TV തുടങ്ങി നിരവധി സമ്മാനങ്ങളും. അരോമ സൂപ്പർ മാർക്കറ്റ്, ആലി സ്കൂൾ റോഡ്, പള്ളൂർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. ഈ ഓണക്കാലം ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം ഹോം ഡെക്കോറിനൊപ്പം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 12 വരെ ഹോം ഡെക്കോറിൽ ഓണം സ്പെഷ്യൽ ഓഫേഴ്സ്. 3-door wardrobe, 2-door wardrobe, 4-seat kitchen table set with marble, wooden 3-seat sofa acacia, wooden 2-seat sofa acacia, 5x3 dining table 6-piece chair set, 3-seat bench, 5-seat corner sofa set, 6-seat corner sofa set, 5-seat corner sofa set, 75x60x6 inch, 75x72x6 inch. Buy one get one mattresses, 4 pillow and bed sheet free. 3-door bedroom set, 4-door bedroom set, 4-door UV bedroom set. കൂടാതെ 10,000 രൂപയുടെ ഓരോ പർച്ചേസിനും ബമ്പർ ലക്കി കൂപ്പൺ നേടൂ. ഒപ്പം നിരവധി സമ്മാനങ്ങളും. ആഘോഷമാക്കാം ഈ പൊന്നോണം ഹോം ഡെക്കോറിൽ. ഹോം ഡെക്കോർ, പള്ളൂർ, ചൊക്ലി, അഞ്ചരക്കണ്ടി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ.
സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. തിരികെ വാർത്തകളിലേക്ക്. 5 ദിവസങ്ങളിലായി നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ കണ്ണവം വെളുമ്പത്ത് മഖാം ഷെരീഫ് ഉറൂസിന് തുടക്കമായി. ശിഹാബുദ്ദീൻ മുത്തന്നൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 5 ദിവസങ്ങളിലായി നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ കണ്ണവം വെളുമ്പത്ത് മഖാം ഷെരീഫ് ഉറൂസിന് തുടക്കമായി. രാവിലെ നടന്ന മഖാം സ്കിയാർത്തിന് ശേഷം ഹിദായത്തിൽ നഗറിൽ SYS ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സൊഫാൻ തങ്ങൾ ഏഴിമല പതാക ഉയർത്തി. ശിഹാബുദ്ദീൻ മുത്തന്നൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തങ്ങൾ നമുക്ക് 1500 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ദൗത്യം അൽഹംദുലില്ലാഹ് ഏറ്റെടുത്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരാകുന്ന ആളുകൾ തലമുറകളായി അവർ കൈമാറിപ്പോന്ന വലിയൊരു ദൗത്യമാണ് അൽഹംദുലില്ലാഹ് ഈ കണ്ണവം വെളുമ്പത്ത് മഖാമിലൂടെ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ആ കാലഘട്ടത്തിലുള്ള ചില ആളുകളെ അല്ലാഹു തആല അനുഗ്രഹിക്കും. ഇവിടെ സ്വാഗത ഭാഷണത്തിൽ അധ്യക്ഷ പ്രഭാഷണത്തിലൂടെ സൂചിപ്പിച്ചു. മുൻ പ്രസിഡന്റ്, മുൻ സെക്രട്ടറി, മുൻ ട്രഷറർ, അതിന്റെ മുമ്പുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. ഹയാത്തിലുള്ള ആളുകൾ, സുഖമില്ലാതെ വീട്ടിൽ കഴിയുന്ന ആളുകൾ, അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകുമാറാകട്ടെ. ഓരോ കാലങ്ങളിലും ചില വ്യക്തിത്വങ്ങളെ അതിനുവേണ്ടി അല്ലാഹു തആല നിശ്ചയിക്കും. ആ വ്യക്തിത്വങ്ങൾ ഇൻഷാ അല്ലാഹ് പൂർണ്ണമായും ആ ഉത്തരവാദിത്തങ്ങൾ അൽഹംദുലില്ലാഹ് നിർവഹിച്ചുകൊണ്ട് തുല്യതയില്ലാത്ത ഒരുപാട് ഹിദമകൾ ഈ മഖാമിന്റെ കീഴിലായി അൽഹംദുലില്ലാഹ് ചേർന്നു വരുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾ അൽഹംദുലില്ലാഹ് സുന്ദരമാണ് പരിശുദ്ധമായ കലാം. ആ കലാം ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടിയും അവർക്ക് ആവശ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെലവഴിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മഖാമിൽ നല്ല ഒരു ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നു. AIM കമ്മിറ്റി പ്രസിഡന്റ് AT അലി ഹാജി അധ്യക്ഷനായി. ഷമീർ മന്നാനി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി. കമ്മിറ്റി ട്രഷറർ CK യൂസഫ് ഹാജി, AIM കമ്മിറ്റി ജനറൽ സെക്രട്ടറി SMK അഷ്റഫ്, TP റഷീദ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നാദ് ഷെരീഫ് ആൻഡ് ഖവാലി, രാത്രി സ്വലാത്ത് വാർഷികം എന്നിവ ഉണ്ടായി. ശനിയാഴ്ച നടക്കുന്ന മതവിജ്ഞാന സദസ്സ് പട്ടുവം KP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച നടക്കുന്ന മതവിജ്ഞാന വേദി ഷമീർ മന്നാനി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച ഘോഷയാത്രയും പൊതുസമ്മേളനവും നടക്കും. ചൊവ്വാഴ്ച രാവിലെ സമാപന സമ്മേളനവും തുടർന്ന് 10,000-ങ്ങൾക്കുള്ള അന്നദാനത്തോടെ 5 ദിവസങ്ങളായി നടന്ന ഉറൂസ് സമാപിക്കും. വനിതാ കമ്മീഷൻ കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ സിറ്റിംഗ് നടത്തി. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P കുഞ്ഞായിഷയുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി കമ്മീഷന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് P കുഞ്ഞായിഷ പറഞ്ഞു. വഴിത്തർക്കങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ, സാമ്പത്തിക ഇടപാടുകളിലൂടെയുള്ള വഞ്ചന എന്നീ പ്രശ്നങ്ങളും കമ്മീഷൻ മുൻപാകെ പരിഗണനയ്ക്ക് വന്നു എന്നും അഡ്വക്കേറ്റ് കുഞ്ഞായിഷ പറഞ്ഞു. 85 പരാതികളാണ് കമ്മീഷൻ മുൻപാകെ എത്തിയത്. അതിൽ 21 തീർപ്പാക്കി.
9 എണ്ണത്തിൽ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 4 എണ്ണം ജാഗ്രതാ സമിതിക്കും 2 എണ്ണം ജില്ലാ ലീഗൽ അതോറിറ്റിക്കും വിട്ടു. 48 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. ഇന്ന് 6 പുതിയ പരാതികൾ വന്നു. അഡ്വക്കേറ്റ് ചിത്തിര ശശിധരൻ, അഡ്വക്കേറ്റ് കെ പി ഷിമ്മി, കൗൺസിലർ അശ്വതി രമേശൻ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല നയിച്ച വാക്കത്തോൺ ശ്രദ്ധേയമായി. കണ്ണൂരിൽ നടന്ന സമൂഹ നടത്തം അലക്സ് വടക്കുന്തറ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ കണ്ണൂരിൽ വാക്കത്തോൺ. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടന്ന സമൂഹ നടത്തം കണ്ണൂർ വിളക്കുംതറയിൽ നിന്ന് ആരംഭിച്ച് ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. കണ്ണൂർ ബിഷപ്പ് ഫാദർ അലക്സ് വടക്കുംതറ ഫ്ലാഗ് ഓഫ് ചെയ്തു. അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി അമൃതകൃപാനന്ദപുരി ആശംസയർപ്പിച്ചു. സണ്ണി ജോസഫ് MLA, മാർട്ടിൻ ജോർജ്, റിച്ചിൽ മാക്കുറ്റി തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി. കണ്ണൂരിന്റെ ആധ്യാത്മിക നേതൃത്വം ഏറെ സമാദരണീയനായ ബഹുമാന്യനായ വടക്കുംതല പിതാവിൽ നിന്ന് പതാക കൈമാറി അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തുള്ളവരുടെ പ്രിയപ്പെട്ടവരെ, ഒരു കാഴ്ച പറ്റിയ ഈ നാടിന്റെ മഹാവിപത്തിൽ തലശ്ശേരി ഒ ചന്തുമേനോൻ സ്മാരക വലിയമാടാവിൽ ഗവൺമെന്റ് UP സ്കൂളിൽ വിജയോത്സവം പരിപാടിയും ഫ്ലോസി മിനി ടീച്ചർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനും പ്രഭാഷകനുമായ VK സുരേഷ് ബാബു വിജയോത്സവം പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇമ്മാസം വായിച്ച ഏറ്റവും മനോഹരമായ കവിതയാണ് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നത്. അത് കവിതയാണ്. അതുകൊണ്ടാണ് ആ കവിത മലയാളികൾ ഉള്ളിടത്തെല്ലാം പ്രചരിപ്പിച്ചത്. മനസ്സിലായോ? നിങ്ങൾക്കും ഇതുപോലെ തോന്നലുണ്ടാകണം. അതുകൊണ്ട് തോന്നിയാക്ഷരങ്ങൾ എഴുതി വെക്കണം. എന്താ എഴുതണ്ടേ? തോന്നിയാക്ഷരങ്ങൾ. തോന്നിയാസല്ല, തോന്നിയ അക്ഷരങ്ങൾ എഴുതി വെക്കുക, കടലാസിൽ എഴുതുക. അങ്ങനെ എഴുതി പഠിച്ച് ഇവിടെ 4 കുട്ടികൾ LSSലും 12 കുട്ടികൾ USSലും 14 കുട്ടികൾ LSSും ജയിച്ചു. പിന്നെ 4 കുട്ടികൾ സംസ്കൃത സ്കോളർഷിപ്പും നേടി. തലശ്ശേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ് അധ്യക്ഷയായി. മുൻ പ്രധാനാധ്യാപകൻ E സുരേന്ദ്രൻ ഫ്ലോസി മിനി ടീച്ചർ അനുസ്മരണ പ്രഭാഷണം നടത്തി. SMC അംഗം MA സുധീഷ്, SMC ചെയർമാൻ രാജേന്ദ്രൻ വെളിയമ്പ്ര, PTA വൈസ് പ്രസിഡന്റ് PT വിനോദൻ എന്നിവർ സംസാരിച്ചു. LSS USS വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. PTA പ്രസിഡന്റ് PC നിശാന്ത് സ്വാഗതവും KR ഗിരീഷ് ബാബു നന്ദിയും പറഞ്ഞു. പാനൂരിനടുത്ത പാറാട് പകൽ സമയത്തും തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നു. പല ഭാഗങ്ങളിലും അതിരാവിലെ തന്നെ തെരുവ് വിളക്കുകൾ അണയ്ക്കാറുണ്ടെങ്കിലും പാറാട് ഇത് പ്രാവർത്തികമാകാറില്ല. വാർത്ത കാണാം. പാനൂരിനടുത്ത പാറാട് പകൽ സമയത്തും തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നു. പല ഭാഗങ്ങളിലും അതിരാവിലെ തന്നെ തെരുവ് വിളക്കുകൾ ഓഫാക്കാറുണ്ടെങ്കിലും പാറാട് ഇത് പ്രാവർത്തികമാകാറില്ല. മിക്ക ദിവസങ്ങളിലും രാവിലെ 10 മണിക്ക് ശേഷമാണ് ലൈറ്റ് അണയാറുള്ളത്. വൈദ്യുതി അമൂല്യമാണ്, പാഴാക്കരുത് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന വകുപ്പിന് കീഴിലാണ് ഇത് നടക്കുന്നത്. ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. തിരികെ വാർത്തകളിലേക്ക്. മാഹി സ്വാന്തനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മാഹി ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് മേലധ്യക്ഷ MM തനൂജ ഉദ്ഘാടനം ചെയ്തു. മാഹി സ്വാന്തനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മാഹി ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് വിദ്യാഭ്യാസ വകുപ്പ് മേലധ്യക്ഷ MM തനൂജ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരുമാണ് അതിൽ നമ്മുടെ അധ്യാപകർക്ക് പങ്കുണ്ട്, അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും പങ്കുണ്ട്. പൊതുജനങ്ങൾക്കും എല്ലാവരും ചേർന്ന് ഒത്തുചേർന്ന് നിന്നാൽ നമുക്ക് ഈ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാവും. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സുഗതകുമാരി അധ്യക്ഷനായി. ഡോക്ടർ റഹീം മരുന്നൂർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വന്നപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. വീട്ടിലുള്ള രക്ഷിതാക്കൾ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, അങ്ങനെയുള്ള പല സ്വഭാവങ്ങൾ. അങ്ങനെ അവസാനിപ്പിച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ഞാനന്ന് തൃശ്ശൂർ LIC ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെയാണ് കൊണ്ടുവന്നത്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണങ്ങൾ, ഒരു വ്യക്തി ഇത്തരം ഒരു മാനസികാവസ്ഥയിൽ എത്തുന്നതിനുള്ള കാരണങ്ങൾ മനസ്സിലാക്കാനുള്ള ചില ടെക്നിക്സ് ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ ഈ പെൺകുട്ടി ലഹരി മരുന്നിനെ അടിമപ്പെട്ടിരിക്കുകയാണ്. സ്വാന്തനം ചാരിറ്റബിൾ സൊസൈറ്റി ചെയർപേഴ്സൺ സരസ്വതി സ്വാഗതവും സാമൂഹിക പ്രവർത്തക ആശാലത നന്ദിയും പറഞ്ഞു. ആത്മാവിഷ്കാരത്തിനുമപ്പുറം വാക്കിന്റെ വെളിച്ചമാണ് കവിതകൾ പകർന്നേകുന്നതെന്നും വൈലോപ്പിള്ളിയുടെയും P. കുഞ്ഞിരാമൻ നായരുടെയും ആശാന്റെയും കവിതകൾ ഇതാണ് വ്യക്തമാക്കുന്നതെന്നും പ്രമുഖ ചെറുകഥാകൃത്തും നിരൂപകനുമായ പ്രൊഫസർ VR സുധീഷ് മാഹി മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് കോളേജ് മലയാളം അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആത്മാവിഷ്കാരത്തിനുമപ്പുറം വാക്കിന്റെ വെളിച്ചമാണ് കവിതകൾ പകർന്നേകുന്നതെന്നും വൈലോപ്പിള്ളിയുടെയും P. കുഞ്ഞിരാമൻ നായരുടെയും ആശാന്റെയും കവിതകൾ ഇതാണ് വ്യക്തമാക്കുന്നതെന്നും പ്രമുഖ ചെറുകഥാകൃത്തും നിരൂപകനുമായ പ്രൊഫസർ VR സുധീഷ്. സമകാലീന ലോകം പലപ്പോഴും നിശബ്ദതകൾ കൊണ്ട് നിറഞ്ഞതായി കാണാം. മനുഷ്യന്റെ ദൗർബല്യങ്ങളായ മണ്ണാശയും മഥനാശയും പൊന്നാശയും പൂന്താനം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. നെഗറ്റീവുകളുടെ ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനൊന്നും പഠിപ്പിലൊക്കെ വളരെ വീക്കായിരുന്നു. എനിക്ക് തന്നെ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഭാസ്കരൻ മാഷ് പറയുന്നത് നിനക്ക് തെറ്റിപ്പോയി, അങ്ങനെയല്ല പാട്ട്, അത് ഒരു അബദ്ധം പറ്റിയതാണ്. പള്ളിക്കൂടം മുറ്റത്തുള്ള മല്ലികപ്പൂ മരം ചാരിയിട്ട് അവൾ ഈ ലെസൺ ടെക്സ്റ്റ് പാഠമല്ല പഠിച്ചത്. അവൾ
മരം ചാരിയിട്ട് പാടം നോക്കിയിട്ടാണ് വയല് നോക്കിയിട്ടാണ് പഠിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ ഇദ്ദേഹം എഴുതി കൊടുത്തത് മറ്റാൾ മാറ്റി എഴുതിയപ്പോൾ എന്താ എന്നുള്ളത് പാടത്ത് വടയുടെ ടായില്ലേ, ഇപ്പൊ കഴിച്ച പരിപ്പ് വടയുടെ ടായില്ലേ, അതിന് പകരം എന്തായി 0 ടാ ആയിപ്പോയി. ഇത് പാടുന്ന യേശുദാസിനും മനസ്സിലായില്ല, സംഗീതം നൽകിയ ബാബുരാജിനും മനസ്സിലായി. അങ്ങനെ ഒരു ഭാവന പോയി, ഒരു വാക്ക് പോയി, ഒരു കവിയുടെ ഭാവന ഒറ്റ പ്രയോഗം കൊണ്ടവൻ പോയി, അക്ഷരം കൊണ്ടവൻ പോയി. ഒരു തിരിച്ചു പോയി, ഇത് അന്തരീക്ഷത്തിൽ പോയി, റെക്കോർഡ് ചെയ്ത് അന്തരീക്ഷത്തിൽ പോയി, എല്ലാവരും പാടാൻ തുടങ്ങി. പാടം നോക്കി പഠിക്കാൻ അവിടെ വേണമെന്ന് ചോദിച്ചു. പക്ഷെ പാടം നോക്കി പഠിക്കാൻ അവിടെ തന്നെ വേണം. അവിടാണ് ആദ്യത്തെ പരിസ്ഥിതി പ്രേമിയായ പെൺകുട്ടി എന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു പറഞ്ഞ വാക്ക് പോയി. പ്രിൻസിപ്പൽ ഡോക്ടർ കെ ശിവദാസൻ അധ്യക്ഷനായി. ഡോക്ടർ കെ.എം. ഗോപിനാഥൻ, പ്രൊഫസർ വി.എം. മനോജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രിയ എഴുത്തുകാരനുമായി വിദ്യാർത്ഥികൾ സംവദിച്ചു. മലയാള ഭാഷാ സാഹിത്യത്തിലെ കാലികമായ മാറ്റങ്ങളെക്കുറിച്ചും പ്രകൃതിയും പ്രണയവും തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ചും കാൽപ്പനികവും ദാർശനികവുമായ കാഴ്ചപ്പാടുകളെക്കുറിച്ചും സുധീഷ് സംവദിച്ചു. മലയാള വിഭാഗം തലവൻ ബാബുരാജ് സ്വാഗതവും ആർ തേജ നന്ദിയും പറഞ്ഞു. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം തരംഗ് 2025 തുടക്കമായി. 2 ദിവസമായി നടക്കുന്ന കലോത്സവത്തിൽ 400-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. സ്പന്ദന, ധ്വനി, ദ്യുതി എന്നിങ്ങനെ 3 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 400-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ഇന്ത്യ മിലിറ്ററി നഴ്സിംഗ് പരീക്ഷയിൽ 5ാം റാങ്ക് കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥിനി അഷിക ദിലീപ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ വലിയൊരു പങ്ക് വഹിച്ചത് എൻ്റെ പ്രിയപ്പെട്ട രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ്. ഞാൻ 8 വർഷം ഇവിടെയാണ് പഠിച്ചത്. ഇവിടുന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് എനിക്ക് വേറെ എവിടുന്നും കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ അധ്യാപകർ, പിന്നെ എടുത്തു പറയാൻ എൻ്റെ കരാട്ടെ മാസ്റ്റർ സെൻസൈ റാവിത് സാർ. പരിചയപ്പെട്ട അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും സാറാണ് ചെയ്തു തന്നത്. അവിടെ എൻ്റെ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി എൻ്റെ BMI ശരിയാക്കാൻ സാറ് ഡെയിലി 5 മണിക്ക് ഗ്രൗണ്ടിൽ എനിക്ക് ട്രെയിനിങ് തന്നിരുന്നു. ഇനിയിപ്പോൾ അത് ശരിയായിട്ടില്ലെങ്കിൽ ലീവ് എടുത്ത് ട്രെയിനിങ് ചെയ്യാമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും സപ്പോർട്ട് തന്നിട്ടുണ്ട് സാറ്. കൂടാതെ മറ്റെല്ലാ അധ്യാപകരും, ഓരോ ആളെ എടുത്ത് പറയുന്നില്ല, എല്ലാവരും എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണോ എനിക്ക് സപ്പോർട്ട് തന്നത് അത്രയും തന്നെ അതിൽ മേലെ എനിക്ക് ഇവിടുന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് സപ്പോർട്ട്, സ്നേഹവും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഇന്നും നാളെയായി നടക്കുന്ന കലോത്സവത്തിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കുക. സ്കൂൾ കലോത്സവത്തിൽ ഇങ്ങനെ ഇത്തരം അവസരങ്ങൾ നമുക്ക് പിന്നീട് ഒരിക്കലും ലഭിക്കില്ല. കിട്ടുന്ന ചാൻസ് നന്നായി യൂട്ടിലൈസ് ചെയ്യുക. PTA പ്രസിഡന്റ് N. അനൂപ് അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ മിലിറ്ററി എക്സാമിനേഷനിൽ 5ാം റാങ്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥിനി അഷിക ദിലീപ് കേരള സംസ്ഥാന ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ അണ്ടർ-19 ഡബിൾസ് മിക്സഡ് ഇനങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയ ലിസ ദ്രോണ, നാഷണൽ കോമ്പാക്ട് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ KK അമർനാഥ് എന്നിവരെ സ്കൂൾ മാനേജർ K. പ്രസീദ് കുമാർ ഉപഹാരം നൽകി അനുമോദിച്ചു. 9 വിഭാഗങ്ങളിലെ 8 വിഭാഗത്തിലും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. പെട്രോളിയം മന്ത്രാലയം നടത്തിയ ദേശീയ ട്രെയിനിംഗ് മത്സരത്തിൽ 1ാം സ്ഥാനം. സെപ്റ്റംബർ 5, 6, 7 തീയതികളിൽ നടന്ന നാഷണൽ കോമ്പാക്ട് ഗുസ്തി മത്സരത്തിൽ അമർനാഥിന് JRCയുടെ ഉപഹാരം കൂടി. സംസ്ഥാന മിനി മാരത്തോണിൽ ഉപപ്രധാനാധ്യാപിക N. സ്മിത, ഉപപ്രധാനാധ്യാപകൻ K. ഉദയകുമാർ, HSS സ്റ്റാഫ് സെക്രട്ടറി A. രജീഷ്, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി TP ഗിരീഷ് കുമാർ, SRG കൺവീനർ PM രജീഷ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ പ്രശാന്തൻ തച്ചറത്ത് സ്വാഗതവും കലോത്സവ കൺവീനർ T. ശ്രീഹരി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന മുഖ്യമന്ത്രിയുടെ കണക്ക് വാസ്തവ വിരുദ്ധമാണെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ പേര് എഴുതുന്നതിനു മുൻപായി ബഹു എന്ന് ഉപയോഗിക്കണമെന്ന സർക്കുലറിനെ പരിഹസിച്ച് സാഹിത്യകാരൻ T. പത്മനാഭൻ. സത്യത്തിൽ എനിക്ക് ഒരു ബഹുമാനവുമില്ലെങ്കിലും ഈ വയസ്സുകാലത്ത് ജയിലിൽ പോകുന്നത് ഒഴിവാക്കാൻ ബഹുമാനപ്പെട്ട എന്ന് ചേർക്കുകയാണെന്നും T. പത്മനാഭൻ.
വോട്ടുകൊള്ള പരാതി അന്വേഷിക്കുമെന്ന് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ. പാനൂർ നഗരസഭയ്ക്ക് മുന്നിലെ അനിശ്ചിതകാല ഉപരോധ സമരം അവസാനിപ്പിച്ച് LDF. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.